ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് മരിഞ്ഞൽ കിട്ടിയിട്ടുണ്ട്, അതായത് കുരുടൻ. അപ്പോൾ അതിനെ ഫ്രൈ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ അതിനെ നമുക്ക് ആദ്യം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യണ രീതി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊലിയെല്ലാം ഉരിച്ചെടുക്കുന്നതാണ്. അപ്പോൾ കഴുത്തിൻ്റെ സൈഡ് വരഞ്ഞ് വെച്ച് ആ തൊലി കീഴോട്ട് ഉരിച്ചെടുക്കുന്നതാണ്. അത് പെട്ടെന്ന് ഉരിച്ചെടുക്കാൻ പറ്റും. ശകലം ചാരമോ മണൽപ്പൊടിയോ ഇട്ട് കഴിഞ്ഞാൽ കയ്യിൽ സ്ലിപ്പാവില്ല, ചറക്കാതെ നമുക്ക് പെട്ടെന്ന് ഉരിച്ചെടുക്കാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ അത് പൊളിച്ചെടുക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നിസ്സാരമായിട്ട് പൊളിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കെല്ലാം അതുപോലെ തന്നെ ഉരിച്ചെടുക്കണം. വളരെ എളുപ്പമാണ് അത് ഉരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ. നല്ല സിമ്പിളായിട്ട് തന്നെ എല്ലാം ഉരിച്ചെടുക്കാൻ പറ്റും. ഇതെല്ലാം നൈറ്റ് പിടിച്ച മീനുകളാണ്. ഇത് ഒരു ഉടതലയാണ്. നാടൻ മുഷി എന്ന് പലരും പറയുന്ന സാധനമാണ്. ഇത് ഉടതലയാണ് അതിൻ്റെ പേര്. അപ്പോൾ അതും കൂടെ നമുക്കൊരു ദിവസം കിട്ടിയതാണ്. അപ്പോൾ അതിനെയും കൂടെ നമുക്ക് കട്ട് ചെയ്ത് ഇതിനെ കൂടെ ചേർക്കാം. അപ്പോൾ എല്ലാം ഒരു 6 എണ്ണം ഉണ്ട് കുരുടൻ. അപ്പോൾ അതെല്ലാം നമ്മൾ ഉരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഈ ഉടതലയുടെ തൊലി കൂടെ പൊളിച്ചെടുക്കണം. പക്ഷേ ഈ ഉടതലയുടെ തൊലി എന്ന് പറഞ്ഞാൽ മുറിഞ്ഞേ വരത്തുള്ളൂ. അപ്പം സൈഡ് ചിറവെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് കുരുടനെ പൊളിച്ചെടുത്തതുപോലെ തന്നെ വരഞ്ഞ് വെച്ച് കഴുത്തിൻ്റെ താഴെ വരഞ്ഞ് വെച്ചിട്ട് പതുക്കെ ഉരിച്ചെടുക്കാം. പക്ഷേ ഇത് ഒറ്റ തൊലിയായിട്ട് ഉരി വരത്തില്ല. പക്ഷെ കുറേശ്ശെ മുറിഞ്ഞേ വരത്തുള്ളൂ. എന്നാലും അത് നമുക്ക് പൊളിച്ചെടുക്കേണ്ടതാണ്. പൊളിച്ചെടുത്താലേ കൊള്ളാവൂ. അപ്പോൾ അതും കൂടെ പൊളിച്ചെടുക്കാം. മറ്റുള്ളതെല്ലാം നിസ്സാരമായിട്ട് പൊളിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നമുക്ക് 2 ദിവസമായിട്ട് നൈറ്റിൽ കിട്ടിയതാണ്. ഒരു ദിവസം നൈറ്റിൽ കിട്ടിയതാണ് കുരുടൻ അത്രയും. അടുത്തൊരു ദിവസം കിട്ടിയതാണ് ഉടതല. അപ്പോൾ അത്യാവശ്യം വലിയ സൈസ് മീൻ തന്നെയാണ് ഈ നാടൻ മുഷി എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇതുപോലെ നമ്മൾ പതുക്കെ ഉരിച്ചെടുത്താൽ മതി. പക്ഷേ സൈഡിൽ നിന്ന് പൊട്ടിപ്പോവും. പൊട്ടിയാലും നമുക്ക് കുറേശ്ശെ തന്നെ പൊളിച്ചെടുക്കാൻ പറ്റും. മൊത്തം പൊളിച്ചെടുക്കേണ്ടത് തന്നെ. പൊളിച്ചെടുക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റും ഭംഗിയും. അത് നമുക്ക് കുറേ സമയം പിടിച്ചു പൊളിച്ചെടുക്കാൻ. കുരുടനെ പോലെ അത്ര നിസ്സാരമായിട്ടൊന്നും ഇളകി വരത്തില്ല അതിൻ്റെ തൊലി. അപ്പോൾ അങ്ങനെ അതിൻ്റെ തൊലിയും കംപ്ലീറ്റ് നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മീൻ തന്നെ ഒരു പ്രത്യേക കളറാണ്. ടേസ്റ്റ് കൂടുതലാണ് ആ മീനിന്. കുരുടനെ പോലെയല്ല,
അത് നല്ല ടേസ്റ്റുള്ള മീനാണ്. അതിൻ്റെ ഇറച്ചി തന്നെ നമ്മൾ സാധാ ഇറച്ചി പോലെ നല്ല കളറാണ്, ബീഫ് പോലെയൊക്കെ ചുവന്ന കളറാണ്. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് ആ മീൻ. അപ്പോൾ ഇനിയെല്ലാം നമുക്കതിനെ വെട്ടി കഷ്ണങ്ങളാക്കി വൃത്തിയാക്കി എടുക്കണം. നമ്മൾ പൊരിക്കാനായതുകൊണ്ട് തീരെ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നില്ല, വലിയ സൈസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. കറി വയ്ക്കാനാണെങ്കിൽ അത് കണക്കാക്കി, ഇത് പൊരിക്കാനാണ്, അതാണ് നമ്മൾ വലുതായിട്ട് കട്ട് ചെയ്തിടുന്നത്. ഇത് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഈ മീൻ. അതുപോലെ കുരുടനിൽ നമുക്ക് അതിൻ്റെ വേസ്റ്റ് എടുക്കുമ്പോൾ അതിൻ്റെ 2 സൈഡും ചിറവുണ്ട്. ആ ചിറവെല്ലാം നീളമാക്ക് വരുന്ന ചിറവാണ്, മുകളിലറ്റം മുതൽ താഴറ്റം വരെ. അപ്പോൾ അതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് ക്ലിയറായിട്ട് കളയണം. എന്നിട്ട് വേസ്റ്റും എടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തിടാൻ. കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ചിറവ് കട്ട് ചെയ്യാൻ പറ്റില്ല. അത് ഈ സൈഡിലതാണ് ചിറവ്. അതായത് അങ്ങനെ വലിച്ചാലും സിമ്പിളായിട്ട് അറ്റ് വരും ആ ചിറവ്. ഇത് 2 സൈഡും ഉണ്ട്. അപ്പോൾ 2 സൈഡിൽ നിന്ന് ആ ചിറവ് അറുത്തോ കൈ കൊണ്ടെടുക്കുകയോ എങ്ങനെയെങ്കിലും അതെടുത്ത് കളയുക. അപ്പോൾ നമ്മൾ മീനെല്ലാം വെട്ടി എടുത്തിട്ടുണ്ട്, കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് നല്ല രീതിക്ക് ക്ലീൻ ചെയ്ത് ഇനി നമുക്കതിനെ ഫ്രൈ ചെയ്യാൻ വേണ്ടി റെഡിയാക്കണം. അപ്പോൾ അത് നല്ല രീതിക്ക് കഴുകിയെടുക്കുകയാണ്. ഒരു 4-5 വെള്ളം കഴുകണം നല്ല വൃത്തിയായിട്ട്. ഇതുപോലെ വെള്ളം നല്ല തെളിഞ്ഞ് വരണം, നല്ല വൃത്തിയായിട്ട്. അപ്പോൾ ഇതിപ്പം വൃത്തിയായിട്ടുണ്ട്, നല്ല രീതിക്ക് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം വെള്ളം കളഞ്ഞ് നല്ല പിഴിഞ്ഞ് എടുക്കുക. വെള്ളം ഇല്ലാതിരുന്നാലേ മസാല എല്ലാം മീനിൽ പിടിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിക്ക് വെള്ളമെല്ലാം പിഴിഞ്ഞ് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വിചാരിച്ച പോലെയല്ല. മീനെല്ലാം വെട്ടിയെടുത്തപ്പോൾ മീൻ ഒരുപാടുണ്ട്. ഒരു 2 കിലോ 2-3 കിലോ ഇരിക്കും ഇറച്ചി. അപ്പോൾ മൊത്തം ഇത്രയും ഉണ്ട് വെട്ടിയെടുത്തപ്പോൾ. ഇനി നമുക്കിനി ഫ്രൈ ചെയ്യാൻ കൊണ്ടുപോകാം. അപ്പോൾ അതിൻ്റെ മസാലയെല്ലാം ചേർത്ത് ഫ്രൈ ചെയ്യാം. അപ്പോൾ മീനിന് ആവശ്യമായ ചേരുവകൾ ചേർക്കാം. വെളുത്തുള്ളി, കുരുമുളക്, അപ്പോൾ ഇഞ്ചി 3 ഐറ്റം ചേർത്ത് നമ്മൾ നല്ല രീതിക്ക് ചതച്ചെടുക്കുക മിക്സിയിൽ. ഇത്രയുമാണ് നമുക്കുള്ള മീൻ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ മസാലയാണ്.
ചേർക്കുന്നത്. അപ്പോൾ ഇത് പേസ്റ്റാണ്, നമ്മൾ ചതച്ചെടുത്തതാണ്. കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇത് മഞ്ഞൾപ്പൊടി 1.5 സ്പൂണ്. അടുത്ത മുളക് പൊടി വലിയ സ്പൂണിന് 1.5 സ്പൂണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് നല്ല രീതിക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ മീനെല്ലാം മസാലയെല്ലാം പുരട്ടി നല്ല രീതിക്ക് മീനിൽ മസാലയെല്ലാം പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മാത്രമേ അതിൽ ഉപ്പെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ 1 മണിക്കൂർ വെച്ചിരുന്നു. അപ്പോൾ ഇനി നമുക്കതിനെ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി നമുക്കതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് മീൻ കോരി അതിലേക്ക് ഇടാം. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മീനിടാം. മീനെല്ലാം നല്ല ഉപ്പും മസാലയെല്ലാം പിടിച്ച് നല്ല പാകമായി ഇരിപ്പുണ്ട്. ഇനി വറുത്തെടുത്താൽ മതി, ഫ്രൈ ചെയ്തെടുത്താൽ മതി. മീൻ കുറേ ഉള്ളതുകൊണ്ട് 2-3 സ്റ്റെപ്പായിട്ട് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റെപ്പ് ഇട്ട് നല്ല രീതിക്ക് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം. അപ്പോൾ മീനെല്ലാം ആവശ്യത്തിന് ഇടാൻ പറ്റുന്ന കണക്കിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇളക്കി മറിച്ചിട്ട് കൊടുക്കണം. നമ്മൾ വെച്ചിട്ട് ഒരിടം പോകാൻ പാടില്ല, അവിടെ തന്നെ നിൽക്കണം. നിന്ന് അത് കൂടെ കറക്റ്റാണ് നോക്കി മറിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പം മീൻ നല്ല പരുവത്തിന് മൂപ്പിച്ചെടുത്താൽ മാത്രമേ നല്ല ടേസ്റ്റ് കാണുകയുള്ളൂ. അപ്പോൾ നമ്മളെല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റിലിട്ടത് ഫ്രൈ ആയിട്ടുണ്ട്. നമ്മൾ കോരുകയാണ്. നല്ല രീതിക്ക് പരുവത്തിന് വെന്ത് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കുരുടൻ ഫ്രൈ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 1-2 സ്റ്റെപ്പ് കൂടെ ഇട്ട് പൊരിക്കാൻ വേണ്ടി ഉണ്ട്. അതും കൂടെ നമുക്കിട്ട് പൊരിച്ച് കോരാം. നമ്മൾ വെളിച്ചെണ്ണയിലാണ് പൊരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പാം ഓയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് മീൻ ഇടുകയാണ്. ഇനി ഒരിക്കൽ കൂടി ഇടാനുണ്ടാവും. അപ്പോൾ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വയ്ക്കാവൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അതും ഫ്രൈ റെഡി ആയിട്ടുണ്ട്. രണ്ടാമത്തതും ഫ്രൈ ആയിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം മൂപ്പിച്ചാണ് എടുക്കാറുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റും കാണും,
നന്നായിരിക്കും. അപ്പോൾ നമുക്ക് വറുക്കാനുള്ളതെല്ലാം നമ്മൾ വറുത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇതാ 2 പാത്രത്തിൽ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കപ്പയും കൂടെ റെഡിയാക്കിയിട്ട് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതാ മീനും കപ്പയുമാണ്, വറുത്ത മീനും കപ്പയും തേയിലയുമാണ്. നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും വെച്ച് കഴിച്ച് നോക്കുക. നല്ല കോമ്പിനേഷനും നല്ല ടേസ്റ്റുമാണ്. നല്ല ടേസ്റ്റാണ് മീൻ ഇങ്ങനെ പൊരിച്ച് കഴിക്കുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ്.